ആർക്കൊക്കെ ദന്തചികിത്സ രംഗത്തിന് സംബന്ധമായ അറിവ് ലഭിക്കാൻ താല്പര്യമുണ്ടോ അവർക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ ഡിസ്കഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് കോംപ്രഹെൻസീവ് ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത, എന്താണ് സമഗ്രമായ ചികിത്സ രൂപത്തിന്റെ പ്രത്യേകത ഡെന്റിസ്ട്രിയിൽ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. ഇതിനെ നമുക്ക് ഒരു ഫുൾ സർവീസ് ട്രീറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നമ്മളൊരു വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്താണെങ്കിൽ അതിന്റെ കംപ്ലൈന്റ് വരാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ നമുക്കത് സർവീസ് ചെയ്യാം. കംപ്ലൈന്റ് വന്ന പാർട്സ് മാറ്റി ഭാവിയിൽ കംപ്ലൈന്റ് വരാൻ സാധ്യതയുള്ളതിന് മുൻകൂട്ടി കണ്ട് നമ്മൾ ചികിത്സിക്കുന്ന ആ ടൈപ്പ് ഒരു മെത്തേഡ് ചികിത്സാ രൂപമാണ് കോംപ്രഹെൻസീവ് അതല്ലെങ്കിൽ സമഗ്രമായ ചികിത്സാ രൂപം. ഇതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ ഗമനിക്കുന്നത്, നിങ്ങൾക്ക് ദന്തചികിത്സത്തിന്റെ പ്രാധാന്യം അറിയുമോ? എങ്കിൽ മാത്രമേ തുടർന്ന് നിങ്ങൾ വീഡിയോ കാണൂ. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയുമോ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാം. അതല്ലെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഓഫ്. ഇവിടെ അഞ്ച് കാര്യങ്ങൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5 ഈ 5 കാര്യങ്ങളാണ്. 5 ബെനിഫിറ്റ്സ്, 5 കാര്യങ്ങൾ, 5 റീസൺസ് അല്ലെങ്കിൽ 5 പ്രയോജനങ്ങൾ. ഇനി നമുക്ക് പരിശോധിക്കാം. നമ്പർ 1, എന്താണ് ആദ്യത്തെ പ്രയോജനം? ഇവിടെ തുടർന്ന ചികിത്സയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തുടർ ചികിത്സയുടെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഉദാഹരണം, പ്രതികൂല സാഹചര്യം തരണം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മുൻകരുതൽ നമ്മൾ നേരത്തെ കരുതുന്നു. ഉദാഹരണത്തിന് നമ്മളൊരു ടൂർ പോവുകയാണ്. ആ ടൂർ പോകുന്ന സ്ഥലത്തുള്ള കാലാവസ്ഥ, അത് തണുപ്പാണെങ്കിൽ അത്, ചൂടാണെങ്കിൽ അത്, ആ യാത്രാ സാമഗ്രിയും നമ്മൾ തയ്യാറെടുക്കുന്ന പോലെ കംപ്ലൈന്റ് വരാൻ സാധ്യതയില്ലാത്ത രൂപത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഇവിടെ നടത്തുന്നു. ദാറ്റ് ഈസ് ദ നമ്പർ 1. നമ്പർ 2 എന്ന് പറയാൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട 2 സംഭവം, ഒന്ന് സമയവും ഒന്ന് ടൈമും തന്നെയാണ്. സമയവും ക്യാഷും, ടൈം ആൻഡ് മണി. അപ്പൊ ഇവിടെ നമുക്ക് സമയ ലാഭം കിട്ടുന്നു, അതേപോലെ തന്നെ സമ്പത്തിന്റെ ലാഭം കിട്ടുന്നു. ഉദാഹരണത്തിന്, ഞാൻ 56 വയസ്സുള്ള ഒരു ഡെന്റിസ്റ്റാണ്. ഞാൻ ഇപ്പൊ വിചാരിക്കുന്നു എനിക്ക് 10th എക്സാം, പഴയ കാലത്തെ SSLC എനിക്ക് ഒന്നുകൂടിയും എഴുതണം. ഈസ് ഇറ്റ് പ്രാക്ടിക്കബിൾ? നോ, ടൈം ഈസ് ഓവർ. അപ്പോ നമ്മൾ ഓരോ പ്രായത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ പ്രായത്തിൽ ചെയ്യുന്നു. എന്താണ് കാരണം? ടൈം ഈസ് വാല്യൂ ദാൻ മണി. പണം നമുക്ക് 20 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് 50 വയസ്സിൽ നമുക്ക് 20 ലക്ഷം രൂപ ഉണ്ടാക്കാമെന്ന് കരുതാം. മേ ബി പോസിബിൾ, യെസ് പോസിബിൾ. പക്ഷേ വയസ്സോ? വൺസ് ടൈം ഈസ് ലോസ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന ഈ സമയം, അത് സെക്കൻഡുകളാണെങ്കിലും അത് മിനിറ്റുകളാണെങ്കിലും, വൺസ് ഇറ്റ്സ് ഗോൺ, ഇറ്റ്സ് പെർമനന്റ്ലി ഗോൺ. യെസ്, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം ആൻഡ് മണി. ഇനി മൂന്നാമത്തെ കാര്യം, ഇതിന് കൂടുതൽ ഈട് നൽകുന്നു എന്നുള്ളതാണ്. കൂടുതൽ ഈട് കിട്ടുന്നു, കൂടുതൽ കാലം നിലനിൽക്കുന്നു, ലൈഫ്, കൂടുതൽ ലൈഫ് കിട്ടുന്നു. നമുക്കറിയാം, നമ്മൾ 400-500 രൂപ വിലയുള്ള ഒരു ഷർട്ടിന് പകരം നമ്മൾ 8000-ഓ 10,000-ഓ 12,000-ഓ കൊടുത്ത് നമ്മൾ ഷർട്ട് വാങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് 2 കാര്യമാണ്. ഒന്ന് കംഫർട്ട്, ഇടുമ്പുണ്ടാവുന്ന സുഖം. രണ്ടാമത്തത് ലാസ്റ്റിംഗ്, ലോങ്വിറ്റി, കൂടുതൽ കാലം നമുക്ക് കംപ്ലൈന്റ് ഇല്ലാതെ നിലനിർത്തണം. അപ്പോൾ ഈട് വളരെ പ്രധാനമാണ്. കാര്യം എന്താണ്? ഷർട്ട് നിങ്ങൾക്ക് മാറ്റാം, പല്ല് നിങ്ങൾക്ക് പോയാൽ തിരിച്ചു കിട്ടില്ല. അപ്പോൾ വണ്ടി നിങ്ങൾക്ക് മാറ്റാം, ഷർട്ട് മാറ്റാം, വീട് മാറ്റാം, എല്ലാം മാറ്റാം.
പക്ഷേ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് നൽകിയ ഈ പല്ല് നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. ഇത് ലൈഫിൽ ഒന്ന് കിട്ടുന്നതാണ്. നിങ്ങൾ സെറ്റ് വെച്ച ആളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ എല്ലാ പല്ലുകളും ഞാൻ തരാം. ഇസ് ഇറ്റ് പോസിബിൾ? നോ, പോസിബിൾ അല്ല. അവർക്ക് വന്ന പല്ല് അത് നഷ്ടപ്പെട്ടാൽ ദാറ്റ്സ് ഗോൺ. എത്ര തന്നെ ഹൈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്താലും അതെന്തുപോലെ ആവില്ല, അത് ആദ്യം വരുന്ന പോലെ ആവില്ല. അപ്പൊ അതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ, മൂന്നാമത്തെ പ്രയോജനം. നാലാമത്തത്, ഇവിടെ രോഗിയുടെ പ്രതിരോധം നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ 40 വയസ്സുള്ള ആൾക്ക് 10 പല്ല് ഫിൽഡാണ്, അടച്ചിട്ടുണ്ട്. അതേ 40 വയസ്സുള്ള ഒരാൾക്ക് ഒരു പല്ലും അടച്ചിട്ടില്ല, അല്ലെങ്കിൽ 1 or 2 പല്ല് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? പൊതുവെ ഈ വ്യക്തികൾക്ക് പല്ലിനകത്തുള്ള പ്രതിരോധം കുറവാണ്. ഈ ആദ്യത്തെ വ്യക്തിക്ക് രണ്ടാമത്തെ വ്യക്തിനെക്കാളും പ്രതിരോധം കുറവാണ്. അപ്പൊ ഒരാൾ 50 വയസ്സിൽ ഫുൾ സെറ്റ് പല്ല് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവരെ പ്രതിരോധം അത്രയേ ഉള്ളൂ. 75 വയസ്സുള്ള ഒരാൾ എൻ്റെ ഓഫീസിൽ, എൻ്റെ ക്ലിനിക്കിൽ ഒരു പല്ലും കംപ്ലൈന്റ് ഇല്ലാതെ വന്നു. എന്താണ് കാര്യം? ഒന്ന് അവരെ കെയർ, രണ്ടാമത്തേത് അവരുടെ പ്രതിരോധം. അപ്പോ പ്രതിരോധം, ഇമ്മ്യൂണിറ്റി, ദ റെസിസ്റ്റന്റ് ടു ഡിസീസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫില്ലിംഗ് ചെയ്യുന്ന പോർഷത്തിന് പകരം നമുക്കൊരു ക്രൗൺ ചെയ്യേണ്ടി വരും. വരാൻ പോകുന്ന കംപ്ലൈന്റ് മുൻകൂട്ടി ചികിത്സിക്കാൻ കഴിയും എന്നുള്ളതാണ് സമഗ്രമായ ചികിത്സാ രൂപത്തിന്റെ ഏറ്റവും അടുത്ത പോയിന്റ്. ഇനി 5ാമത്തെ പോയിന്റ്, ദിസ് ഈസ് ദ ലാസ്റ്റ് പോയിന്റ്. നമുക്ക് നേരിട്ട് നിർണയിക്കാൻ സാധിക്കാത്ത, നേരിട്ട് നിർണയിക്കാൻ കഴിയാത്ത, ദ തിങ്സ് ബിയോണ്ട് അവർ കൺട്രോൾ, ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ നമുക്ക് വരാത്ത ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് സംഭവിക്കാം? അവരുടെ കുടുംബത്തിലുള്ള ഫാമിലി ഹിസ്റ്ററി സപ്പോർട്ടായിട്ട് എടുക്കാം. അപ്പോൾ ഒരു പേഷ്യൻസിന്റെ കുടുംബത്തിൽ എല്ലാ ആളുകളും ഫുൾ സെറ്റ് പല്ലാണ് ഉപയോഗിക്കുന്നു, പ്രായമുള്ള ആളുകൾ എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? പൊതുവെ ആ ഫാമിലിയിലുള്ള ആളുകൾക്ക് പല്ലിനുള്ള പ്രതിരോധം കുറവാണ്. അപ്പോ ആ പ്രതിരോധം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ദാറ്റ് ഈസ് ദ തിങ്സ് ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മളെ കൺട്രോളിൽ പെടാത്ത ഫാക്ടർ നമുക്കിവിടെ മുൻകൂട്ടി നിർണയിച്ചതിനനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ്, അത് മുൻകൂട്ടി നിർണയിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് മുൻകൂട്ടി അതിനനുസരിച്ചുള്ള ഫാസ്റ്റ്നെസ് നമുക്ക് എടുക്കാൻ കഴിയും. ഒരു പേഷ്യൻസ് ഒരു തവണയാണ് ബ്രഷിങ് ചെയ്യുന്നുവെങ്കിൽ ഇങ്ങനത്തെ പേഷ്യൻസിൽ ആഫ്റ്റർ എല്ലാ ഫുഡിന് ശേഷവും ബ്രഷ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പേഷ്യന്റ് വൺസ് ഇൻ ഇയർ ആണ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുമെങ്കിൽ ഈ ടൈപ്പ് പേഷ്യൻസിനെ നമുക്ക് 6 മന്ത്സിൽ ക്ലീൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 3 മന്ത്സിൽ ക്ലീൻ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഇവർക്ക് പ്രത്യേകമായ ടൂത്ത് പേസ്റ്റും ഡെന്റൽ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്, അതിലുള്ള മോസ് എന്നൊക്കെ പറയുന്ന ചില പുതിയ ടെക്നിക്കുകൾക്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് മുൻകൂട്ടി നിർണയിച്ച് നമ്മൾ ചികിത്സിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ ചികിത്സ കൊണ്ട് നമുക്ക് ആ പേഷ്യൻസിന്റെ ജീവിതത്തിൽ 20, 30, 40 വർഷക്കാലം, കൂടുതൽ കാലം അവരുടെ പല്ല് നിലനിർത്താൻ സാധിക്കും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ കോംപ്രഹെൻസീവ് ട്രീറ്റ്മെന്റിലൂടെ ജീവിതം മുഴുവൻ അവരുടെ പല്ല് നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതാണ് കോംപ്രഹെൻസീവ് ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത. അപ്പൊ താങ്ക് യു ആൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Thank you. I am Dr. Ali Arimraj Dental Clinic, Melato. Thank you.